ഹായ് ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത പുതിയൊരു തരം റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കപ്പ ബിരിയാണിയാണ്. അപ്പോൾ കപ്പ ബിരിയാണി ചില ആൾക്കാരൊക്കെ പറയും ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളിതിൽ ബീഫ് ചിക്കന് അതൊക്കെ ഇടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു കപ്പ ബിരിയാണി കഴിക്കാൻ കഴിയില്ല. പക്ഷേ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു കപ്പ ബിരിയാണി. ഇപ്പോൾ കപ്പ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മുകൾ ഭാഗത്തെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കപ്പ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പ്രഷർ കുക്കറിലിട്ടിട്ടാണ് കപ്പ ആദ്യം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കപ്പ ഒന്ന് ചെത്തിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കപ്പ ചെത്തിയിട്ടിടുമ്പോൾ അതിൻ്റെ ആ ഉൾഭാഗത്തുള്ള ആ ഒരു നാരില്ലേ അതൊക്കെ ഒന്ന് നീക്കം ചെയ്യണം. കാരണം ഞങ്ങളെ മക്കളൊക്കെ കഴിക്കുന്നതല്ലേ, കപ്പ ബിരിയാണി ആർക്കാണ് ഇഷ്ടപ്പെടാത്തതല്ലേ. അപ്പോൾ ആ മക്കളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തെ നാരൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ വായിൽ തൊണ്ടയിലൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത വിഷമാണല്ലോ. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 കിലോ കപ്പയാണ്. പക്ഷേ ഈ ഒരു കപ്പ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല. ഞാനിപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് ചെത്തിയെടുത്തതിന് ശേഷം ഫ്രീസറിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഈ ഒരു 2 കിലോ കപ്പയും ഇതേപോലെ ചെത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പ ബിരിയാണി വെക്കുന്നത് വെച്ചാൽ ഇറച്ചിയോ മീനോ ഒന്നും ഇടാതെ തന്നെയാണ്. അപ്പോൾ ഈ മീനോ ഇറച്ചിയൊന്നും കഴിക്കാത്തവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ വിചാരിക്കൂലേ കപ്പ ബിരിയാണി ഞങ്ങൾക്കും കഴിക്കണേനും, പക്ഷേ ഇതിൽ മീനും ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നിങ്ങൾ ഇനി പേടിക്കണ്ട കേട്ടോ, ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള കപ്പ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ നല്ല കപ്പയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു തരിതരി പോലെയുള്ള വെന്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള കപ്പയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പ്രഷർ കുക്കറൊന്ന് അടച്ച് വെച്ച് കപ്പ വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പ അടുപ്പിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. ആദ്യം തന്നെ അടുപ്പിൽ ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തുള്ളത്. മസ്റ്റായിട്ടും വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുകും 2 വറ്റൽ മുളകും കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി എണ്ണയിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരില്ല. ആ ഒരു സമയം വരെ ഇതിനെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടട്ടെ. വലിയ ഉള്ളീൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല, ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ? അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ കപ്പ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നിങ്ങൾ മീനോ ഇറച്ചിയോ ഇല്ലാതെ തന്നെ കപ്പ ബിരിയാണി ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കണ്ട. കാരണം കപ്പ ബിരിയാണിക്കൊക്കെ മറ്റുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു എരിവൊക്കെ കിട്ടും. അവിടെ പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ ഈ ഒരു സമയത്തില്ല ഈ ഉള്ളി കൂടുതലൊന്നും കളറൊന്നും മാറിപ്പോണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടിയാലും മതി. അപ്പോൾ ഞാൻ 3 വിസിൽ വരെയാണ് ഈ ഒരു കപ്പ വേവിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ല, നല്ല കപ്പയാണ് കിട്ടിയിട്ടുള്ളത്. വെന്ത് കഴിഞ്ഞാൽ നല്ല തരിതരിപ്പ് പോലത്തെ ആ ഒരു കപ്പ നല്ല കപ്പയാണ്. അപ്പോൾ
കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആവിയൊക്കെ ഒന്ന് പോട്ടെ. അപ്പോഴേക്കും തന്നെ ഈ ഒരു മസാലകളൊക്കെ നല്ല രീതിയിൽ തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വീണ്ടും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് വീണ്ടും ഇതിനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് ആ ഒരു പച്ചമണം മാറിക്കിട്ടട്ടെ. ഇനി ഇതിലേക്ക് ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പം ഞാനിപ്പോൾ ഇത് മക്കളെല്ലാം സ്കൂൾ വിട്ട് വരുന്ന സമയത്തിൽ ആ ഒരു സമയത്ത് വേണ്ടിയിട്ടാണ് ഈ ഒരു ചായക്ക്, അതായത് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പ ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിതാ 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇത് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു മസാലകളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടട്ടെ. ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കപ്പ വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടാണല്ലോ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് വരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനിത് ഈ ഒരു കപ്പയിലുള്ള ആ വെള്ളമില്ല, ആദ്യം ഒഴിച്ച വെള്ളം, അതൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നിട്ടിത് വീണ്ടും ഞാനിത് അടപ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചമണം, മസാലപ്പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം കപ്പയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് നീക്കം ചെയ്തതാണല്ലോ. അപ്പോൾ ഈ ഒരു മസാലയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു സമയത്ത് ഞാനിതൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മാഷാഅല്ലാ പാകത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഈ ഒരു വെള്ളം ഒന്ന് നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ. അങ്ങനെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം വേവിച്ച് വെച്ച കപ്പയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ ഒരു സ്പൂൺ, ഈ ഒരു തവി വെച്ചിട്ട് തന്നെയാണ് കപ്പ ഉടച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ടിത് അത് ഈ ഒരു മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു കപ്പയിൽ ആ ഒരു മസാലകളൊക്കെ ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ കപ്പ വാങ്ങിച്ചിട്ട് മക്കൾക്ക്, സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് ഈ ഒരു കപ്പ ബിരിയാണി തയ്യാറാക്കിയിട്ട് കൊടുക്കുക. കാരണം മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു കപ്പ ബിരിയാണി ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കാം. അങ്ങനെ വൈകുന്നേരത്തെ ചായക്കുള്ള ഈ ഒരു കപ്പ ബിരിയാണി ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു വലിയ ഉള്ളി കുത്തി എരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വലിയ ഉള്ളിയും അതുപോലെ തന്നെ മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കപ്പ ബിരിയാണി കഴിക്കുമ്പോൾ, അതായത് ഈ ഒരു കപ്പ ഈ ഒരു സമയത്ത് കഴിക്കുമ്പോൾ ഈ ഒരു പച്ച ഉള്ളിയില്ലേ അതൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാൻ. അതുപോലെ തന്നെ മല്ലിയില കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയല്ല ഉണ്ടാകാൻ. അപ്പോൾ ഈ ഒരു കപ്പ ബിരിയാണി ഇതുപോലെ നിങ്ങളുടെ മക്കൾക്കൊക്കെ തയ്യാറാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.